എനിക്ക് കുറച്ച് ചായ വെച്ചോ. ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണല്ലോ അല്ലേ? അപ്പോൾ അതാ നമ്മൾ പതിവ് പോലെ തന്നെ രാവിലെ എണീറ്റ് വന്നതും അടുക്കളയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് അടുക്കളയിൽ കയറിയപ്പോൾ വലിയ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. കാരണം രാവിലെ എപ്പോഴും ടെൻഷൻ അടിക്കുന്നത് രാവിലെ എന്താ ഉണ്ടാക്കുക, കഴിക്കാൻ എന്താ ഉണ്ടാക്കുക, ഏട്ടൻ പോകുമ്പോഴേക്കും പെട്ടെന്ന് എന്താ ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളൊരു ബേജാറാണ് കേട്ടോ എനിക്കെന്നും രാവിലെ എണീറ്റ് വരുമ്പോൾ. അപ്പോൾ ഇതുപോലെ നമ്മൾ മാവൊക്കെ അരച്ച് വെക്കുന്ന ദിവസമാണെങ്കിൽ വലിയ ടെൻഷനൊന്നുമില്ല. നമ്മൾ തലേ ദിവസം തന്നെ ഒരു പ്ലാനിങ് ഉണ്ടാവും. നമുക്ക് രാവിലെ ഇഡ്ഡലി, ദോശ അല്ലെങ്കിൽ എന്താ ഉണ്ടാക്കേണ്ടതെന്നുള്ള ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അതുപോലെ ഇന്ന് മാവൊക്കെ അരച്ച് വെച്ച ദിവസം ആയതുകൊണ്ട് തന്നെ വലിയ ടെൻഷനൊന്നും ഇല്ലാണ്ട് ഒരു 6:30 ആകുമ്പോഴാണ് കേട്ടോ ഞാൻ എണീറ്റ് വന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ മാവൊക്കെ കുറച്ച് അധികം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അരിയൊക്കെ അരച്ച് നന്നായിട്ട് എടുത്ത് വെച്ചു. അതിപ്പോൾ വലിയൊരു വട്ടയിലാണ് കേട്ടോ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇന്നലെ കുറച്ചധികം അരി ഇട്ടിട്ടാണ് അരി അതായത് രാവിലെ തന്നെ നാക്കുളുക്കുണ്ട്. അപ്പോൾ ഇന്നലെ കുറച്ചധികം ഞാൻ അരി ഇട്ട് അരച്ച് വെച്ചിട്ടുണ്ട്, ഒരു 3-4 ദിവസത്തേക്കുള്ളത് കേട്ടോ. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ ഇന്നും ഇതുപോലെ ടെൻഷനാണ്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഞാൻ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒരുമിച്ച് അങ്ങോട്ട് അരച്ചിട്ടുണ്ട്. കുറേ പേരിങ്ങനെ പറയുന്നുണ്ട് ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒരുമിച്ചിട്ട് അരച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും ഉണ്ടാക്കാൻ പറ്റുമല്ലോ, അങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് അങ്ങനെ വിചാരിച്ചു കേട്ടോ, കുറച്ചധികം ഉണ്ടാക്കി വെക്കാം, നമുക്ക് രണ്ടും ഇതുപോലെ മാറി മാറി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പാത്രത്തിലാണ് ആക്കിയത്. നമ്മൾ സാധാരണ ഒരു ചെറിയ പാത്രത്തിലാണ് ആക്കി വയ്ക്കുക. ഇന്നിപ്പോൾ ഒരു 1-1.5 കിലോ അരി അരച്ച് വെച്ചത് കൊണ്ട് തന്നെ കുറച്ചധികം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു വലിയ ചെമ്പിൽ അങ്ങോട്ട് എടുത്ത് വെച്ചു. അല്ലെങ്കിൽ പിന്നെ താഴെ മൊത്തം അങ്ങോട്ട് പൊന്തിയിട്ട് പോവും. ഒന്നാമത് ഇപ്പോൾ ചൂട് കാലം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് മാവൊക്കെ പുളിച്ച് പൊന്തുകയാണല്ലോ. അപ്പോൾ ഞാൻ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ ഒരു പാത്രം ആക്കി വെച്ചിട്ടുണ്ട്, അത് ഫ്രിഡ്ജിൽ വെക്കാനുള്ളത്. ബാക്കി കുറച്ച് സോസ് പാനിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇപ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കാനായിട്ട് അങ്ങനെ മാവൊക്കെ എടുത്ത് വെച്ചു. പിന്നെ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടു, അതായത് കഴുകാനുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കൊണ്ട് വെളിയിലിട്ട് അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടതിന് ശേഷം ഞാനിതാ വേഗം തന്നെ ദോശയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ടെൻഷനൊന്നും ഇല്ലയെന്ന് പറഞ്ഞത് മെയിനായിട്ട് ഇന്നിപ്പോൾ ദോശ ഉണ്ടാക്കാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് നമ്മൾ നിന്നത്. പിന്നെ തലേ ദിവസം തന്നെ വൈകുന്നേരം സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വറുത്തരച്ച സാമ്പാറും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എണീക്കുമ്പോൾ ഒരു ടെൻഷനും ഇല്ല. ഒരു ദോശ ഉണ്ടാക്കി ചായ ഉണ്ടാക്കി കൊടുത്താൽ മാത്രം മതി. സാമ്പാർ നമുക്ക് തിളപ്പിച്ച് ചൂടാക്കിയിട്ട് എടുത്താൽ മതിയല്ലോ എന്നുള്ളൊരു ആശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ സാമ്പാറൊക്കെ തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ദോശ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. പിന്നെ ഇതാ ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ആയി വന്നാൽ ഏട്ടനെ കഴിക്കാനായിട്ട് കൊടുക്കുക. അപ്പോൾ ഏട്ടൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ ദോശ ഉണ്ടാക്കുന്നത് എൻ്റെ വീഡിയോയിൽ ഇങ്ങനെ എൻ്റെ ചേച്ചി കണ്ടിട്ട് ചേച്ചി ഇപ്രാവശ്യം വന്നപ്പോഴും പറഞ്ഞു, ഞാൻ കഴിഞ്ഞ തവണ വീട്ടിൽ പോയപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ഉണ്ടാക്കുന്ന ദോശ മാത്രം എനിക്കിഷ്ടമല്ലടി ഉണ്ണി, നീ എങ്ങനെ കട്ടിയിൽ അങ്ങനെ ദോശ ഉണ്ടാക്കണം. ഞാൻ വീഡിയോ കാണുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ദോശ ഉണ്ടാക്കുന്നത് മാത്രം ഇഷ്ടമല്ല, കുറേ കട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കട്ടിയിൽ ഉണ്ടാക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ ഒരു ധൃതി കൊണ്ട് ചെയ്യുകയാണല്ലോ നമ്മൾ ഈ പണി. ചിലപ്പോൾ നമുക്ക് ചില മാവുകളൊന്നും കിട്ടില്ല, ചിലപ്പോൾ എല്ലാ സമയത്തും നമുക്ക് കിട്ടില്ല. അപ്പോൾ ഞാൻ ആദ്യം ഏട്ടൻ ഉണ്ടാക്കുന്നതൊക്കെ കുറച്ച് കനത്തിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. രാവിലെ എണീച്ചിട്ട് കല്ലും എനിക്ക് ഇങ്ങനെ മെല്ലി കിട്ടാനായിട്ട് വയ്യാത്തതുകൊണ്ട് ഏട്ടനെ കുറച്ച് കനത്തിൽ ഉണ്ടാക്കി കൊടുക്കും. ചില സമയത്തൊക്കെ നല്ല സൂപ്പറായിട്ട് കിട്ടും. പിന്നെ നമ്മൾ എടുക്കുന്ന കരണ്ടി എന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞു കരണ്ടിയാണ്. അതുകൊണ്ട് തന്നെ മാവ് 2 കരണ്ടി ഒഴിച്ചാലേ ഒരു ദോശയ്ക്ക് കിട്ടുള്ളൂ, അല്ലാതെ നമുക്ക് ഒരു കരണ്ടി ഒഴിക്കുമ്പോഴേക്കും ഒരു ദോശ കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ 2 കരണ്ടി എടുക്കണം. കുറച്ച് കട്ടിയും ആവാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കി ഏട്ടനെ കഴിക്കാനായിട്ട് കൊടുത്തു. പിന്നെ ഞങ്ങൾ ഒരു 8:30 ആകുമ്പോൾ ഞാനും കഴിച്ചു. പിന്നെ ചാരുമോള് ഡാൻസ് ക്ലാസ്സിലേക്ക് പോയി, അവൾക്കും ദോശ തന്നെയാണ് കേട്ടോ ആക്കി കൊടുത്തത്. പിന്നെ ഒരു 9:30-10 മണിയൊക്കെ ആയിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും. കുറച്ച് നേരം ഫോണൊക്കെ നോണ്ടിയിട്ടിരുന്നു കേട്ടോ രാവിലെ, അതാണ് എൻ്റെ സമയം പോയത്.
അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് വേഗം തന്നെ ഉച്ചക്കത്തേക്കുള്ള അരി ഇടുകയാണ്. അടുപ്പൊക്കെ കത്തിച്ച് ചോറിനുള്ള അരിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഉച്ചക്കത്തേക്കും വൈകുന്നേരത്തേക്കും. പിന്നെ ഇവിടെ ഇന്നലെ നമ്മുടെ പട്ടത്തണ്ടും തേങ്ങയൊക്കെ വീണിട്ട് നമ്മുടെ അടുപ്പിൻ്റെ മുകളിൽ വീണ് അടുപ്പിൻ്റെ ആ ഒരു സൈഡ് കെട്ടിയിട്ടുണ്ടല്ലോ, അതിൽ ഒരു കല്ലൊക്കെ ഇളകിയിട്ടാണ് പട്ടത്തണ്ടും വീണിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് രാവിലെ എണീറ്റ് വന്ന് നോക്കിയപ്പോഴും ഒരു പട്ടത്തണ്ട് അങ്ങനെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പച്ചയായതുകൊണ്ട് തന്നെ കൈ വഴി അതൊന്ന് ചീന്തി ഇടാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ അതങ്ങനെ വെച്ചാൽ പിന്നെ ഒരു വിറക് പോലെ അങ്ങനെ ഉണങ്ങി കടിച്ച് വല്ല നമുക്കിങ്ങനെ ഓല ചീന്താൻ പറ്റാത്ത ഒരു ഇതാവും. അപ്പോൾ പിന്നെ ഞാൻ വേഗം തന്നെ 2 പട്ടത്തണ്ടുണ്ടല്ലോ, അപ്പോൾ അത് വേഗം അങ്ങോട്ട് വെട്ടി ചീന്തി ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ അത് കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ, കഴിഞ്ഞ ദിവസം ഞാൻ ചീന്താനായിട്ട് കുറച്ചും കൂടെ ഓല കെട്ടി വെച്ചിട്ടുണ്ട്. അതും എല്ലാം കൂടെ അങ്ങോട്ട് ഇരുന്ന് ചീന്താമെന്ന് വിചാരിച്ചു. കാരണം ചോറ് അടുപ്പത്ത് അരിയിട്ടിട്ടുണ്ടല്ലോ, അതായി വരുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലും പണി വേണം. പണിയെന്ന് പറഞ്ഞാൽ അപ്പുറത്ത് വേറെ പണിയുണ്ട് കേട്ടോ, തുണിയൊക്കെ മുക്കി വെച്ചിട്ടുണ്ട്, അതൊക്കെ കഴുകണം. അപ്പോൾ അതൊക്കെ എന്തായാലും പതുക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ഈ ഒരു ഈള് ചീന്താനായിട്ട് ഇരിക്കാൻ പോവാണ്. അപ്പോൾ പട്ടത്തണ്ടൊക്കെ ഒന്ന് വെട്ടി അങ്ങോട്ട് തണ്ടും അങ്ങനെ ചീന്തി ഇടുകയാണ് കേട്ടോ. വെയിലത്ത് അങ്ങോട്ട് ഇട്ടാൽ വേഗം അങ്ങോട്ട് ഉണങ്ങി കിട്ടുമല്ലോ. പിന്നെ ബാക്കിയുള്ള ആ ഓലയൊക്കെ ഒന്ന് വെട്ടിയിട്ട് അതൊക്കെ ഒന്ന് ചൂല് ചീന്തി വെക്കുകയാണ്. അപ്പോൾ കിട്ടുന്നതൊക്കെ അങ്ങനെ അപ്പം ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ അത് പിന്നെ അങ്ങോട്ട് ചീന്താനായിട്ട് പറ്റില്ല. അങ്ങനെ ഞാൻ ഓലയൊക്കെ വെട്ടി ചീന്തി എടുക്കാൻ പോവാണ് കേട്ടോ. ഒക്കെ വെട്ടി ചീന്തി ഇട്ടു. പിന്നെ ഇതാ ഒരു 2 പട്ടത്തണ്ടൊക്കെ അതൊന്ന് ഇതാക്കിയിട്ടു. പിന്നെ അത് അവിടെ കിടക്കുന്ന കുറച്ച് ഓലയും കൂടി ഉണ്ട്, അതൊന്നും എടുത്തിട്ട് വന്നിട്ട് എല്ലാം കൂടെ അങ്ങോട്ട് ഒരുമിച്ച് ചീന്തി ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. ആദ്യം ഇതൊക്കെ ഒന്ന് ചീന്തി എടുത്ത് എന്നിട്ട് വേണം അത് എടുത്തിട്ട് വന്നിട്ട് ഇതാക്കാം. ഇപ്പോൾ വെയിൽ വരുന്നുണ്ട്. അപ്പം ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ അവിടെ വെയിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വെയിൽ മൂക്കുമ്പോഴേക്കും ഇതൊക്കെ ഒന്ന് ഇരുന്ന് ചീന്തി എടുത്താൽ എന്താണ് നമ്മുടെ പണി ഒരുങ്ങുമല്ലോ. അപ്പോൾ ഞാൻ ഓൾറെഡി 2 കെട്ട് ചീന്തി വെച്ചിട്ടുണ്ട് ചൂല്. അത് നമുക്ക് മതിയാവില്ല, വേനൽക്കാലത്ത് എത്ര അടിച്ചാലും. നമ്മളിങ്ങനെ മുറ്റമൊക്കെ മണ്ണല്ല, അതായത് നമ്മൾ നിലമൊക്കെ സാധാരണ മുറ്റമായതുകൊണ്ട് തന്നെ വേഗം കുറ്റിച്ചൂലാകുന്നുണ്ട് കേട്ടോ, ചൂലങ്ങനെ തേഞ്ഞിട്ട്. അപ്പോൾ എത്ര ചൂല് കിട്ടിയാലും എനിക്ക് മതിയാവില്ല. പിന്നെ മഴക്കാലം ആകുമ്പോഴേക്കും ചൂലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ തല നീളമുള്ള ചൂലൊക്കെ ഉള്ളൊക്കെ അടിച്ച് വാരാനും പിന്നെ കുറച്ച് ചെറിയ ചൂലൊക്കെ ഉണ്ടാകുമ്പോൾ അത് മുറ്റം അടിക്കാനുമായിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും മഴക്കാലം ആകുമ്പോൾ കുറ്റിച്ചൂലൊക്കെ വേണം. അപ്പോഴത്തേക്കും ഇതൊക്കെ അടിച്ചാകുമ്പോഴേക്കും കുറ്റിച്ചൂലാവും, അതായത് ചെറിയ ചൂലാവും. അപ്പോൾ തന്നെ മഴക്കാലത്ത് ഇങ്ങനെ അടിച്ച് വാരാനായിട്ട് പറ്റുള്ളൂ, കുപ്പിയൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ പോവുള്ളൂ. അങ്ങനെ നമ്മുടെ ചൂലൊക്കെ ഒന്ന് ഈളൊക്കെ ചീന്തി വെച്ചു. പിന്നെ ഉഴിഞ്ഞൊന്നുമില്ല കേട്ടോ, വെറുതെ ഇങ്ങനെ പട്ടയൊക്കെ ഒന്ന് ചീന്തി വെച്ചിട്ടേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇനിയിപ്പോൾ സമയം കിട്ടുമ്പോൾ ഒരു ദിവസം ഇരുന്നും കണ്ട് ഇതുപോലെ ഉഴിഞ്ഞെടുത്ത് വെക്കുക. അപ്പോൾ പിന്നെ നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ എല്ലാം ചെയ്യാനായിട്ട് നിന്നില്ല, കാരണം സമയമില്ല കേട്ടോ. എനിക്കിനി കറിയൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ വേഗം അങ്ങനെ നിർത്തിയത്. പക്ഷേ കറിയൊന്നും ഉണ്ടാക്കാനായിട്ട് നിന്നില്ല. ഇന്നലെ ഉണ്ടാക്കിയ രസമുണ്ട്. പിന്നെ വന്നിട്ട് ഇന്നിപ്പോൾ മുട്ടക്കോസ് ഉപ്പേരി ഉണ്ടാക്കി, അച്ചാറും ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ചിട്ടിക്കുട്ടിക്കാണെങ്കിൽ വേല സമയത്ത് ഫുൾ വെള്ളം കുടിച്ചിട്ട്, അതായത് ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത വെള്ളം കുടിക്കാനായിട്ട്, അതുകൊണ്ട് തന്നെ ആൾക്ക് ജലദോഷവും പനിയൊക്കെ ആയി കിടക്കുന്നുണ്ട്. അപ്പോൾ അവൾ വായിക്കൊന്നും പിടിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അച്ചാറുണ്ടാക്കി താമാന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ വേഗം തന്നെ ഒരു മാങ്ങയൊക്കെ എടുത്ത് മുറിച്ച് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ കുറച്ച് കടുകും ഉലുവയും കൂടെ പൊടിച്ച് ചേർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ടേസ്റ്റ് കൂടാനായിട്ട് ഒരു കുഞ്ഞ് ഇൻഗ്രീഡിയൻസും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഇടുമ്പോൾ ഈ മാങ്ങ അച്ചാർ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ അത് മാങ്ങ വെച്ചിട്ടുള്ളത്. പിന്നെ ഇതാ ഞാൻ കടുക് പൊട്ടിക്കുകയാണ്. നമ്മൾ വെളിച്ചെണ്ണയിലാണ് കേട്ടോ. ഇതിപ്പോൾ കുറച്ച് ദിവസത്തേക്കൊന്നും ഉള്ള അച്ചാറൊന്നുമില്ല, അത്രയ്ക്കൊന്നും നിൽക്കില്ല. ഇന്നിപ്പോൾ ഉച്ചയ്ക്കും വൈകുന്നേരത്തേക്കുള്ള ഒരു മാങ്ങയുടെ അച്ചാറല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു. പിന്നെ വറമുളകൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ വറമുളക് ഇവിടെ തീർന്നിരിക്കുകയാണ്. പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് അടുപ്പ് ഓഫ് ചെയ്യുക കേട്ടോ. അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കായപ്പൊടി ഇട്ടിട്ട് മുളക് പൊടിയും കായപ്പൊടിൻ്റെയും ആ ഒരു പച്ച മണം ഒന്ന് മാറണ വരെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മാങ്ങ, മുറിച്ച് വെച്ച മാങ്ങയുണ്ടല്ലോ, നമ്മൾ പൊടിയൊക്കെ, അതായത് ഉലുവയും കടുകും ഒക്കെ പൊടിച്ച് ചേർത്തിട്ടില്ല, ആ മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ.
പിന്നെ ഞാനിതിലൊരു ടേസ്റ്റ് കൂടാനുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ, അത് വേറൊന്നുമല്ല, നമ്മുടെ വെല്ലം ഉണ്ടല്ലോ, ശർക്കര, അതൊരു നുള്ളിട്ട ഒരു ഇത്തിരി ഇങ്ങനെ എന്താണ് ചിരവി, അതായത് ചിരവി എന്ന് പറയുമ്പോൾ അങ്ങനെ പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഇതാ കണ്ടില്ലേ, ടിഫൻ ബോക്സിൻ്റെ അരികത്ത് കുറച്ച് കണ്ടില്ലേ, അത് തന്നെ ഇട്ടിട്ടുള്ളൂ, ഒരു നുള്ളി ഇട്ടിട്ടുള്ളൂ കേട്ടോ. അതൊരു ടേസ്റ്റ് കൂടാം, ഒരുപാട് മധുരവും പറ്റില്ല, എന്നാലും ഒരു കഴിക്കുമ്പോൾ ഒരു ലൈറ്റ് മധുരവും വേണം. അങ്ങനെ നമ്മുടെ അച്ചാറൊക്കെ ഇതാ നന്നായിട്ട് മിക്സായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഉപ്പൊക്കെ പാകത്തിന് ചേർത്ത് കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് നേരം ഇരിക്കുമ്പോഴാണ് ഉപ്പും മുളകൊക്കെ പിടിച്ച് വരുമ്പോഴാണ് ടേസ്റ്റ്. അപ്പോൾ അതിന് ശേഷം ഞാനിതാ ലാസ്റ്റായിട്ട് ഒരു 1.5 ടീസ്പൂണോളം വിനാഗിരി ഉണ്ടല്ലോ, സുർക്ക, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു ജസ്റ്റ് ഒരു പുളിക്ക് വേണ്ടിയിട്ട്. അത് പുളിക്കൊക്കെ മാങ്ങ ആയതുകൊണ്ട് അധികം പുളിയൊന്നുമില്ല. അപ്പോൾ നമ്മുടെ അച്ചാറൊക്കെ അങ്ങനെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളത് ആ മുട്ടക്കോസ് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിന്ന് പറഞ്ഞില്ലേ, മുട്ടക്കോസ് ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും റെഡിയായി, അച്ചാറും ചോറും പിന്നെ രസം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ രസം എടുക്കാനായിട്ട് നിന്നില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ചോറ് വിളമ്പിയപ്പോൾ രസം എടുക്കാൻ മറന്നുപോയി. പിന്നെ ഞാൻ ചോറിൻ്റെ കൂടെ തൈരാണ് കേട്ടോ, കട്ട തൈരും മാങ്ങാച്ചാറും മുട്ടക്കോസ് ഉപ്പേരിയാണ് ഇന്ന് കഴിക്കാനായിട്ട് കേട്ടോ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക്. അങ്ങനെ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഒന്ന് ഉറക്കമൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം 4 മണിയായപ്പോൾ, 4 മണിക്കല്ല ശരിക്കും ഒരു 5-5:30 ആയപ്പോൾ ഒരു പഴം ഉണ്ടായിരുന്നു കേട്ടോ, അതും കൂടെ അങ്ങോട്ട് പുഴുങ്ങി. പിന്നെ അതിന് ശേഷമാണ് ഞാൻ തുണിയൊക്കെ കഴുകി കുളിക്കാനൊക്കെ ആയിട്ട് നിന്നത് കേട്ടോ. അപ്പോൾ ചാരുമോളും വന്നു, അതിന് ശേഷം ഞാൻ തുണിയൊക്കെ കഴുകാനായിട്ട് നിന്നു. പിന്നെ ഉച്ചയ്ക്ക് ഞാനൊന്നും ചെയ്തില്ല കേട്ടോ, നമ്മൾ സമയമായിട്ടുണ്ടായിരുന്നല്ലോ, ആ സമയത്ത് പിന്നെ കുളിക്കണ്ട തിരുമ്പണ്ടെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ കുളിക്കാനൊന്നും നിന്നില്ല. അപ്പോൾ വൈകുന്നേരമായിട്ട്, അപ്പോൾ ചൂട് കാലം ആയതുകൊണ്ട് തന്നെ വൈകുന്നേരത്ത് കുളിക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ ഞാൻ എൻ്റെ തുണി അലക്കലും കുളിയും എന്താണ് മോട്ടറൊക്കെ അടിച്ച് എല്ലാവരുടെയും നനച്ച് അതിന് ശേഷം ഞാനിതാ കുറച്ച് കുരുമുളക് നമ്മുടെ അവിടെ ഇതിലുണ്ടായിരുന്നില്ലേ, എന്താണ് തെങ്ങിലുണ്ടായിരുന്നില്ലേ, അത് കഴിഞ്ഞ ദിവസം പട്ടത്തണ്ടൊക്കെ വീണിട്ട് 2-3 കൊമ്പൊക്കെ ഒടിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു. അതിൽ 2-3-4 തിരിയൊക്കെ വീണ് പോയി. അപ്പോൾ ഇത് മൂത്തിട്ടുണ്ട് കേട്ടോ, ചെറുതായിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് പഴുക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഏട്ടൻ ഇങ്ങനെ പറഞ്ഞാണ് അതൊന്ന് പറിക്കാനായിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും അതൊന്ന് പറിച്ചു വിടുകയാണ്. അപ്പോൾ വൈകുന്നേരം ഇതൊക്കെ നനച്ചതാണ് കേട്ടോ, കുരുമുളകിൻ്റെ ചെടിയൊക്കെ നനച്ചതാണ്, അതാണ് ഒരു നനവൊക്കെ. അങ്ങനെ ഞാനിതാ ഉള്ള കുരുമുളക് കുറച്ചേ ഉള്ളൂ, അപ്പോൾ അത് ഒന്ന് പറിക്കാനായിട്ട് നിന്നു കേട്ടോ. അങ്ങനെ അതൊന്ന് പറിച്ചിട്ട് ഇനിയിപ്പോൾ വെയിലത്തൊക്കെ വെച്ച് ഉണക്കാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ അന്ന് നമ്മൾ ചെയ്ത പോലെ തിളപ്പിക്കാനും പിടിക്കാനൊന്നും നിൽക്കില്ല കേട്ടോ, ഒരു 5-6 തിരിയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാനതൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കി എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മുടെ തെങ്ങിലുള്ള കുരുമുളകൊക്കെ, തെങ്ങിലുള്ളതല്ല, തെങ്ങിൽ പടർത്തി വിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിലുള്ള കുരുമുളകൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടുണ്ടായ കുരുമുളകാണ് കേട്ടോ. ആദ്യമായിട്ട് പറഞ്ഞാൽ ഞാൻ വന്നതിന് ശേഷം ഇവിടെ കുരുമുളക് ഉണ്ടാവുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ആദ്യത്തെ കുരുമുളക് പറിയാണ് കേട്ടോ ഇത്. അങ്ങനെ പിന്നെ വൈകുന്നേരം ആയി, ഒരു 7 മണിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വീണ്ടും അടുക്കളയിൽ തന്നെ വന്നിട്ടുണ്ട്. അടുക്കളയിൽ പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് കറിയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലല്ലോ, മുട്ടക്കോസ് ഉപ്പേരി അച്ചാറൊക്കെ വെച്ചിട്ടാണല്ലോ അഡ്ജസ്റ്റ് ചെയ്തത്. അപ്പോൾ വൈകുന്നേരത്ത് ഇനിയിപ്പോൾ എന്തെങ്കിലും കറി ഉണ്ടാക്കാണ്ടിരുന്നാൽ പറ്റില്ല. അപ്പോൾ നമ്മൾ വോയിസ് ഓവറൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കോള് വന്നതാണ് കേട്ടോ, അതാണ് ഒരു സൗണ്ട് കേട്ടത്. അപ്പോൾ ഞാൻ എന്തായാലും അടുപ്പത്ത് ചീനച്ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിതാ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തു. പിന്നെ ഉലുവയും കൂടെ പൊട്ടിക്കാനായിട്ട് ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക കറി, അതായത് വെണ്ടയ്ക്ക പുളിയാണ്. അപ്പോൾ വെണ്ടയ്ക്ക കുറച്ച് ഒരു പിടി വെണ്ടയ്ക്കയുള്ളൂ, അതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് 2 ചെറിയ സവാളയും 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു തക്കാളിയും കൂടെ എടുത്തിട്ടുണ്ട്, അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ചെറിയുള്ളി ചേർക്കുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ്. ഇവിടെ ചെറിയുള്ളി തീർന്നു പോയതുകൊണ്ട് ഞാനിതാ സവാള വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ഉലുവയൊക്കെ ഇട്ട് കൊടുത്തു. അത് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ച വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച സവാളയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം അങ്ങോട്ട് വഴറ്റുക. അതിന് ശേഷം നമ്മൾ വെണ്ടയ്ക്കയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ വെണ്ടയ്ക്ക നമ്മൾ അരിഞ്ഞ് വെച്ചതിന് ശേഷം തനിയെ അങ്ങോട്ട് വഴറ്റിയെടുത്താലും കുഴപ്പമില്ല, ഇതിൻ്റെ കൂട്ടത്തിലിട്ടിട്ട് വഴറ്റിയാലും കുഴപ്പമില്ല, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അതിൽ ഒരു പശ അങ്ങോട്ട് പോയി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഞാനിതാ സവാളയ്ക്ക് കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതാ അരിഞ്ഞ് വെച്ച വെണ്ടയ്ക്കയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വെണ്ടയ്ക്ക കറി ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ, വളരെ എളുപ്പം എന്ന് പറഞ്ഞാൽ ഒരു 10-20 മിനിറ്റ് മതി വെണ്ടയ്ക്ക കറി ആയി വരാനായിട്ട്. വെണ്ടയ്ക്ക പുളിയിട്ട്. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മീൻ കറിയൊക്കെ കഴിക്കില്ലേ,
അതിൻ്റെ ഒരു ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ മീൻ ഉണ്ടാവില്ല, മീൻ ഇട്ടിട്ടില്ല, പക്ഷേ ഒരു മീൻ കറീൻ്റെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ മീൻ നിർബന്ധമായിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർ, അല്ലെങ്കിൽ ഒരു നേരം മീനില്ല എന്ന് വെച്ചാൽ ഇതുപോലെ വെണ്ടയ്ക്ക കറി ഉണ്ടാക്കി കൊടുത്താൽ ആ മീൻ കറിൻ്റെ ഒരു ടേസ്റ്റൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ആ മീൻ കറിയല്ല, വെണ്ടയ്ക്കൊക്കെ ഒന്ന് ഇട്ടിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുക. സെയിം നമ്മൾ മീൻ കറി വെക്കില്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ. 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതും ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളത് വെണ്ടയ്ക്കൊക്കെ വഴറ്റിയതിന് ശേഷം നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ട, ആവശ്യത്തിനുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. നമ്മൾ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ പുളിവെള്ളവും കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വാളംപുളി ഉണ്ടല്ലോ അത്, അതായത് മീൻ കറി വെക്കുന്ന ആ സെയിം ടേസ്റ്റ് തന്നെ, അല്ലെങ്കിൽ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ വെണ്ടയ്ക്കപ്പുളി ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൽ വന്നിട്ട് പച്ച മുട്ട ഇങ്ങനെ പൊട്ടിച്ച് ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് കലക്കിയിട്ടുണ്ടെങ്കിൽ അത് വേറൊരു ടേസ്റ്റാണ്. വേറൊരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ മുട്ടപ്പുളി ഉണ്ടല്ലോ അതിൻ്റെ ഒരു സെയിം ടേസ്റ്റ് ആയിക്കോട്ടെ. പച്ചമുട്ട 1-2 ഒഴിച്ചിട്ട് നന്നായിട്ട് അപ്പം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ തേങ്ങ അരച്ചതും കൂടി ഇട്ടാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. അതൊരു ടേസ്റ്റ്, ഒരു വേറെ ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് കല്ലുപ്പും ചേർത്ത് കൊടുത്ത് ഇനി അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. നമ്മുടെ ഈ വെണ്ടയ്ക്ക വെന്ത് വരേണ്ട ആ ഒരു സമയം മാത്രം കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ചിരവി അരച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ വെണ്ടയ്ക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ടാവും. അത്രയേ ഉള്ളൂ. നമ്മൾ എണ്ണയിലൊക്കെ വഴറ്റിയതാണല്ലോ വെണ്ടയ്ക്ക, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന സാധനമാണ്. അങ്ങനെ നമ്മൾ വെണ്ടയ്ക്കൊക്കെ വേവിക്കാനായിട്ടതിന് ശേഷം ഞാനത് തേങ്ങയൊക്കെ ചിരവിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏട്ടനൊന്നും ഈ സമയമായിട്ട് എത്തിയിട്ടൊന്നുമില്ല, 7:30-8 മണിയൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആൾ വന്നിട്ടില്ല. പോരാത്തതിന് നമ്മുടെ വണ്ടി ഉണ്ടല്ലോ സ്കൂട്ടറിൻ്റെ ചാവി നഷ്ടപ്പെട്ടു പോയിട്ട് എനിക്ക് സങ്കടമായിട്ട് 2 ദിവസമായിട്ട് ഭയങ്കര സങ്കടമായിട്ട് ഇരിക്കുകയാണ്. 2-3 ദിവസമായി നമ്മൾ ആ വേല ദിവസം നമ്മുടെ സ്കൂട്ടറും കൊണ്ടായിട്ട് എവിടേക്കോ പോയിട്ട് വന്നിട്ട് പിന്നെ സ്കൂട്ടറിൻ്റെ ചാവി വീട്ടിൽ വെച്ചു എന്നാണ് പറഞ്ഞത്. പക്ഷേ മിസ്സായിട്ട് അപ്പോൾ ഒരു ചാവി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് മിസ്സായത് കൊണ്ട് തന്നെ വണ്ടിയൊന്നും എടുക്കാൻ പറ്റാണ്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ചാവിയൊക്കെ ഉണ്ടാക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കിട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു സങ്കടത്തിലാണ് ഇപ്പോൾ 2-3 ദിവസമായിട്ട്. അങ്ങനെ ആ ഒരു സങ്കടം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലേ. പോയതെന്തായാലും പോയി, ഇനി കിട്ടിയിട്ടില്ല, എത്ര തപ്പി നോക്കിയിട്ടും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതെന്തായാലും പുതിയത് ഉണ്ടാക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ നമ്മുടെ തേങ്ങ ഒക്കെ ചിരവി അരച്ചെടുത്ത് നമ്മുടെ ആ കറി വെണ്ടയ്ക്ക വെന്ത കറിയിലേക്ക് എടുത്തൊഴിച്ചിട്ടുണ്ട്. എന്തൊക്കെയോ ഞാൻ പറയണു കേട്ടോ, വെണ്ടയ്ക്ക വെന്ത കറി എന്നൊക്കെ പറയണു. കാരണം നമുക്ക് ഈ ഒരു ചാവി പോയതിൻ്റെ ഒരു ടെൻഷൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. എവിടെയോ എനിക്ക് കിടക്കണ പോലെയൊക്കെ കണ്ണിൽ കാണുന്നു, ചിലപ്പോൾ സ്വപ്നം കാണുന്നു, പക്ഷെ എവിടെയാണെന്നൊന്നും അറിയില്ല. എങ്ങനെയോ നഷ്ടപ്പെട്ടു പോയി എന്തായാലും. അപ്പോൾ നമ്മുടെ തേങ്ങ അരപ്പും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി കേട്ടോ. ഒരുപാട് അങ്ങോട്ട് തിളയ്ക്കേണ്ട, ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ നമ്മുടെ വെണ്ടയ്ക്ക കറി സൂപ്പർ കറി, മീൻ കറിൻ്റെ അതേ ടേസ്റ്റിൽ വെണ്ടയ്ക്ക കറി കേട്ടോ. അങ്ങനെ നമ്മുടെ കറിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നമ്മളിതാ കുറച്ച് തുണിയൊക്കെ തയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തയ്ക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ പിള്ളേരുടെ അടുത്ത് ഇങ്ങനെ വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞതാണ്. അപ്പോൾ അതാണ് അവരവിടെയും ഇവിടെയായിട്ട് വീഡിയോ എടുത്ത് തരുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത വീട്ടിലെ ഒരു ചേച്ചിൻ്റെ കുറച്ച് തുണികളുണ്ടായിരുന്നു തയ്ക്കാനായിട്ട്. പിന്നെ ശാരമോൾക്ക് നാളെ ഡാൻസ് പ്രോഗ്രാമാണ്. അപ്പോൾ അവളുടെ കോസ്റ്റ്യൂംസിൻ്റെ ഡ്രസ്സുകളുണ്ടല്ലോ അത് ഒന്ന് കറക്റ്റാക്കാനുണ്ടായിരുന്നു. അതും എല്ലാം അടിച്ച് വെച്ചതിന് ശേഷം വേണം ഇനിയിപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടക്കാനായിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ തുണിയൊക്കെ ഒന്ന് തയ്ച്ച് കഴിഞ്ഞിട്ട് വേണം പിള്ളേർക്കും ഏട്ടനും ഒക്കെ ഭക്ഷണം കൊടുത്തിട്ട് പിന്നെ അങ്ങനെ ടി വിയൊക്കെ കണ്ട് കുറേ നേരം കഴിഞ്ഞിട്ട് അങ്ങനെ ഉറങ്ങാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ അടിക്കുകയാണ്. അപ്പോൾ മെഷീനിലിരുന്ന് തയ്ക്കുക എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് എന്താ പറയുക കൊല്ലണ പോലെയാണ് കേട്ടോ. അപ്പോൾ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇത് നാളെ കൊടുക്കേണ്ട തുണിയാണ്. പിന്നെ ചാരുവിൻ്റെ ഡ്രസ്സും നാളെ തയ്ച്ച് എടുക്കേണ്ടതാണ്. നാളെ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് അവൾക്കും അത് വേണം. അപ്പോൾ ഞാൻ എന്തായാലും രണ്ടും കൽപ്പിച്ചത് ആ മെഷീനിലിരുന്ന് അതൊക്കെ ഒന്ന് തയ്ക്കണ്ട കേട്ടോ. അപ്പോൾ ഇതാണ് ചാരുവിൻ്റെ നാളത്തെ കോസ്റ്റ്യൂം. അപ്പോൾ എന്തായാലും ഞാനതൊന്ന് തയ്ച്ച് കൊടുക്കട്ടെ. ഇനിയിപ്പോൾ എന്തായാലും അധികം വീഡിയോസൊന്നും എടുക്കാനായിട്ട് ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തിയാണ്. കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോവാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും പുതിയതായിട്ടൊക്കെ വീഡിയോസ് കാണാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത്
സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും കേട്ടോ. അതുവരേക്കും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ.